Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിലാണ് നമ്മൾ ഇന്നൊരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സിൽക്കി ത്രെഡാണ് വേണ്ടത്. അപ്പോൾ റെഡ് കളറിൽ തന്നെ സിൽക്കി ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പാറ്റേൺ ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ ആദ്യം ബോർഡർ ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക. ബോർഡർ ലൈൻ വരച്ച് കൊടുത്തിട്ട് ഞാനവിടെ കുറേ ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ബോർഡർ ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു റൗണ്ട് കൊടുക്കുക. ആ ഒരു ഫ്ലവർ അവിടെ വരണം. ആ ഫ്ലവറിൽ നിന്നാണ് ബാക്കിയുള്ള സ്റ്റെമ്മും ഫ്ലവേഴ്സും ഒക്കെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കുക. അതിൻ്റെ എൻഡിങ് പോർഷനിലെല്ലാം നമുക്ക് ഫ്ലവേഴ്സും വരച്ചു കൊടുക്കുക. താഴേക്ക് 2 സൈഡിലേക്ക് 2 ഫ്ലവേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ വീണ്ടും ഒരു റൗണ്ട്, അതിൽ നിന്നും കുറച്ച് ലൈൻസും റൗണ്ട്സും പോയിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ താഴേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡോട്ട്സ് കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് അവിടെ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ, സ്ലീവ് എംബ്രോയിഡറി ഡിസൈന്. അപ്പോൾ ഇത് നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഡോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഞാൻ പേപ്പറിൽ കാണിച്ചില്ലേ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡ് കളറിലെ ത്രെഡ് എടുത്തിട്ട് 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് പതിയെ താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ ഭാഗത്തും ഫ്രഞ്ച് നോട്ട് ഡോട്ട്സ് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വർക്ക്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോട്ട്സ് ഉള്ള ഭാഗത്തൊക്കെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സൊക്കെ നമ്മൾ സെൻറ്ററിൽ വരുന്ന ഫ്ലവേഴ്സൊക്കെ ഇല്ലേ, അവിടെ നമ്മളിതുപോലെ ഫ്രഞ്ച് നോട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ആദ്യം ഒരു നോട്ട് കൊടുക്കുക, പിന്നെ അതിന് ചുറ്റിനുമായിട്ട് കുറച്ച് നോട്ട്സ് ഇട്ടിട്ട് ഫ്ലവർ പോലെ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച്. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനാണിത്. വേറെ നമുക്ക് സ്റ്റിച്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്കിവിടെ ബീഡ്സും ഈ ഒരു ത്രെഡും മാത്രമേ നമുക്കിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഈ ഒരു സ്റ്റിച്ചും മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മളൊരു ഡോട്ട്സ് ഇട്ടുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്കിതുപോലെ ബീഡ്സ് നമ്മളെടുക്കുക. ഒരു 9 ബീഡ്സ് നമ്മളെടുത്തിട്ട് അതിന് ചുറ്റിനും ഒരു റൗണ്ട് പോലെ ചെയ്ത് കൊടുക്കുക. റൗണ്ട്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് നമുക്കൊന്ന് അതിനകത്തേക്കൊന്നാക്കി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളിത് കൊടുത്തു. ഇനി നമ്മൾ അടുത്തത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ത്രെഡ് എടുക്കുക, ഒരു 3 ബീഡ്സ് എടുക്കുക. 3 ബീഡ്സ് എടുത്തിട്ട് മുകളിലേക്ക് ഒരു ലൈൻ പോലെ ചെയ്യുക. 4 സൈഡിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 3 ബീഡ്സ് എടുത്തിട്ട് 4 സൈഡിലേക്ക് നമുക്ക് ലൈൻസ് പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തത് താഴെ ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഇതുപോലെ ലൈൻസ് 4 ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാറി മാറി നമുക്ക് ഒരു സ്റ്റിച്ചസ് നമുക്ക് ബീഡ്സ് വർക്ക് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ലൈൻസ് ഉള്ള ഭാഗത്തൊക്കെ ബീഡ്സ് വർക്കായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു വീഡിയോ ചെയ്തു, പിന്നെ ആ ഒരു കുറച്ച് മുമ്പിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുത്തിട്ട് ബാക്കിലേക്ക് വീണ്ടും നമ്മൾ ഒരു വീഡിയോ ഫിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ബാക്കിലേക്ക് നമുക്ക് ഓരോ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് എടുക്കാം.
ഇതുപോലുള്ള ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് നമ്മളുടെ സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനാണ്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്